പ്ലാറ്റ്ഫോം എന്താണ്, ഇത് ബേസിക്കലി പ്രോഫോമുമായിട്ട് എന്താണ് ഡിഫറൻസ് ഉള്ളത്, അത് എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഡാർവിൻ എക്സ് സീറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റും ഡാർവിൻ എക്സ് സീറോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മുടെ നോർമൽ പ്രോഫോം മോഡലല്ല. ഇപ്പം പ്രോഫോംസിൽ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രോഫോം അല്ല, ഇത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഇത് ഒരു ലോങ് ടേമിൽ, അതായത് നമ്മൾ ഇപ്പം കുറച്ച് നാള് ട്രേഡ് ചെയ്യുന്ന ഒരു പെട്ടെന്നുള്ള റിസൾട്ട് അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്യുവാണ്. ഓഡിയോ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ ഒരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു ഡാർവിൻ എക്സ് സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വൈ ഡാർവിൻ എക്സ് സീറോ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഓൾറെഡി ഈ ഒരു ഡാർവിൻ എക്സ് പ്ലാറ്റ്ഫോമിന്റെ ഒരു കോ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആണ് നോർമലി ഡാർവിൻ എക്സിലുള്ളത്. ഒന്ന് ഡാർവിൻ എക്സ് സീറോ ആൻഡ് ഒന്ന് നോർമൽ ഡാർവിൻ എക്സ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ബേസിക്കലി നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഡാർവിൻ എക്സ് സീറോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇന്ത്യയിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡാർവിൻ എക്സ് സീറോ ആണ്. ഡാർവിൻ എക്സ് എന്ന് പറയുന്നത് നോർമൽ ഒരു ബ്രോക്കർ അക്കൗണ്ട് ആണ്. ഇപ്പൊ നമ്മൾ HF-ഉം എക്സ്നെസ്, FXTM ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഡാർവിൻ എക്സ് എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ആണ്. അപ്പൊ ഇത് ഒരു പ്രോപ്പർ എ ബുക്ക് ബ്രോക്കർ ആണ്. ആ ഒരു ബ്രോക്കർ നമുക്ക് ഇന്ത്യയിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഡാർവിൻ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡാർവിൻ എക്സ് സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ നോർമൽ ഒരു ബ്രോക്കർ അക്കൗണ്ടും ഈ ഒരു സീറോ അക്കൗണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഡാർവിൻ എക്സ് നമ്മുടെ നോർമൽ ബ്രോക്കർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു $1000 ആണ് മിനിമം ഡെപ്പോസിറ്റ് വരുന്നത്. $1000 മിനിമം ഡെപ്പോസിറ്റ് ഇട്ട് നമ്മൾ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് അവിടെ നമ്മളൊരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അത് വിസിബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്റ്റാറ്റ് ഓക്കെ ആണെങ്കിൽ അവര് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മുടെ ട്രേഡ് ആ ഒരു അക്കൗണ്ടിലേക്ക് കോപ്പി ആവുകയാണ് ബേസിക്കലി ഡാർവിൻ എക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അത് ക്ലിയർ അല്ലേ? ബേസിക് ആയിട്ട് എങ്ങനെയാണ്, അതായത് നമ്മൾ നോർമൽ ഒരു ബ്രോക്കർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ ഒരു $1000 മിനിമം ഡെപ്പോസിറ്റ് ചെയ്ത് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നു. അവിടുത്തെ നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റേഴ്സിന് നമുക്കത് ആ ഒരു ട്രേഡ് കോപ്പി ചെയ്യാൻ പറ്റും. അതാണ് ഡാർവിൻ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. പക്ഷെ അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കറന്റ് ഇല്ല. ഇത് ക്ലിയർ അല്ലേ? യെസ്. ഒന്നുകൂടെ പറയോ? ക്ലിയർ ആയില്ല. അതായത് ഡാർവിൻ എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ HF-ഉം FXTM ഒക്കെ പോലെ തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഡാർവിൻ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു $1000 നമ്മുടേതായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അതിൽ ട്രേഡ് ചെയ്യാം. അതിന്റെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇന്ത്യയിൽ ഡാർവിൻ എക്സിന്റെ നോർമൽ ബ്രോക്കർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഡാർവിൻ എക്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ എ ബുക്ക് ബ്രോക്കർ ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? ബേസിക്കലി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡാർവിൻ എക്സ് എന്ന് പറയുന്നത് ഒരു ബ്രോക്കർ ആണ്. ഓക്കെ, ഈ ഡാർവിൻ എക്സ് എന്ന് പറയുന്ന ബ്രോക്കറിനെ തന്നെ ഡാർവിൻ എക്സ് സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡാർവിൻ എക്സ് സീറോ എന്ന് പറയുന്നത് പ്രോഫോം പോലെ തന്നെ ഒരു സ്റ്റിമുലേറ്റഡ് എൻവയോൺമെന്റിൽ നടക്കുന്ന ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇന്ത്യയിൽ ലീഗൽ ലിമിറ്റേഷൻസ് ഇല്ല. അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതിന് ഡാർവിൻ എക്സ് സീറോയിൽ ചെയ്യുന്നതിന് ഒരു രീതിയിലുള്ള ലീഗൽ ലിമിറ്റേഷൻസും ഇല്ല. അത് ഓൾറെഡി ഡാർവിൻ എക്സ് സീറോയുടെ പ്ലാറ്റ്ഫോമുമായിട്ട് മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എ ബുക്ക് ബ്രോക്കർ ആണെന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? കാരണം അതിന്റെ റെഗുലേഷൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് കൺഫേം ചെയ്യുന്നത്. ആൻഡ് എ ബുക്ക് ബ്രോക്കർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ബ്രോക്കർ ഒരിക്കലും ബി ബുക്ക് ബ്രോക്കർ ആവത്തില്ല. അതായത് ഒരു പ്രോപ്പർ ഹെഡ്ജ് ഫണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് വലിയൊരു ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എ ബുക്ക് സർവീസസ് ഉണ്ടെങ്കിലേ ജെന്യൂൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കിട്ടത്തുള്ളൂ.
ഓക്കെ. അപ്പം ഡാർവിനെക്സ് സീറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനിഷ്യലി നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണ്. നമ്മളിപ്പം ബേസിക്കലി നമ്മൾ ലോഗിൻ ചെയ്യുന്നു, നമ്മൾ സൈൻ അപ്പ് ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിലാണ് ഈ ഒരു ഡാർവിനെക്സ് സീറോ പ്ലാറ്റ്ഫോം വർക്ക് ആവുന്നത്. ഇപ്പൊ പ്രോഫോമിൽ നമുക്കറിയാം, വൺസ് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചലഞ്ച് ഫേസ് കാണും, അതിനുശേഷമാണ് റിയൽ ക്യാപിറ്റൽ വരുന്നത്, അല്ലെ? പക്ഷെ ഡാർവിനെക്സ് സീറോ നോക്കുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു ജസ്റ്റ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ. അലൗ ഓൾ കിക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം സൈൻ അപ്പ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ജോയിനിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് മന്ത്ലി, ഇയർലി, 3 ഇയർ. ഈ ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഞാൻ കാണിക്കുന്ന സ്ക്രീൻ തന്നെ അല്ലേ കാണിക്കുന്നത്? ഇപ്പൊ ഒരു സബ്സ്ക്രിപ്ഷൻ പേജിന്റെ സ്ക്രീൻ അല്ലേ കാണുന്നത്? യെസ്. അപ്പൊ ബേസിക്കലി നമുക്ക് മന്ത്ലി, ഇയർലി അല്ലെങ്കിൽ 3 ഇയർ പ്ലസ് നമുക്ക് സബ്സ്ക്രിപ്ഷന്റെ കാണിക്കും. ഇപ്പൊ നോർമലി $34 ആണ്. ഇപ്പൊ കൂപ്പണോട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യുവാണെങ്കിൽ $43 എന്നുള്ളത് 34 ആവും. MT4 അല്ലെങ്കിൽ MT5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാം. ഫോറക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫ്യൂച്ചേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റോക്സ് ആൻഡ് ETF ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബേസിക്കലി ഫോറക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെ നമ്മുടെ ഒരു യൂസർ നെയിമും ഒരു ഇമെയിൽ ഐഡിയും കൊടുത്ത് നമ്മളിവിടെ കൂപ്പൺ അപ്ലൈ ചെയ്ത് നമ്മൾ ഫോറക്സ് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസും കൊടുക്കാൻ പറയും. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ പേ ചെയ്യുന്ന എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മന്ത്ലി നമ്മൾ ഡാർവിനെക്സ് സീറോയിൽ പേ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഈ ഒരു പേയ്മെന്റ് നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 100K ഒരു അക്കൗണ്ട് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാനിവിടെ എന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം. ഏത് കൊടുത്താലും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. വൺസ് അത് കൊടുത്ത് നമ്മൾ പേ ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 100K അക്കൗണ്ടിന്റെ ക്രെഡൻഷ്യൽസ് ആയിരിക്കും കിട്ടുന്നത്. ഇത് ക്ലിയർ ആയോ? എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റെപ്പാണ് ഉള്ളത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളത് ക്ലിയർ ആയോ? യെസ്. അതിനുശേഷം വൺസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഡാർവിനെക്സിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് വൺസ് ആ ഒരു 100Kയുടെ അലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലിബ്രേഷൻ ഫേസിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാർവിനിയ സിൽവർ എന്ന് പറയുന്ന സ്റ്റാറ്റസ് നോട്ട് ആക്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് ഒരു ക്രെഡൻഷ്യൽസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാലിബ്രേഷൻ ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസിലേക്കാണ് ഇനിഷ്യലി നമ്മൾ പോകുന്നത്. അതായത് ഒരു 15 ഡേയ്സിന്റെ ഒരു കാലിബ്രേഷൻ ഫേസ് ആണ്. അതായത് നമ്മൾ മിനിമം 15 ഡേയ്സ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. അതിനുശേഷം ഈ ഒരു നമ്മൾ എടുക്കുന്ന ട്രേഡ്സും ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു 15 ഡേയ്സിൽ മിനിമം ഒരു 15 ട്രേഡോ 20 ട്രേഡോ എന്തോ എടുക്കണം. അപ്പൊ ആ ഒരു 20 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് 100% ആവും. 15% ആവുമ്പോൾ ട്രേഡിംഗ് ഡേയ്സ് 100% ആവും.
ഇതാണ് കാലിബ്രേഷൻ ഫേസ് എന്ന് പറയുന്ന ഇനിഷ്യൽ ഫേസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇനിഷ്യൽ ഫേസിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇവരുടെ റിസ്ക് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡാർവിനെക്സിന്റെ തന്നെ പ്ലാറ്റ്ഫോമിന്റെ റിസ്ക് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കും. അതായത് ഇപ്പം നോർമലി നമ്മൾ പല ടൈപ്പിൽ ട്രേഡ് ചെയ്യാറില്ലേ. ഇപ്പം ചില ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഡ്രോ ഡൗണും പ്രോഫിറ്റും ഒക്കെ നിന്ന് ചിലപ്പോൾ ഒരു വലിയൊരു ലോഡ് സൈസ് ചിലപ്പോൾ ഒരു ഗാമ്പിൾ ചെയ്യുന്ന പോലെ എടുത്ത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വലിയൊരു റിട്ടേൺസ് കിട്ടിയേക്കാം അല്ലെ. പക്ഷെ നോർമലി ട്രേഡ് ചെയ്യുന്ന പോലെ ട്രേഡ് ചെയ്ത് ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അല്ലെ. പക്ഷെ ഒരു ഗാമ്പിൾ ചെയ്യുന്ന ആളും ചിലപ്പം ഒരു നോർമൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കും ചിലപ്പം ഒരേപോലത്തെ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ ഒരു പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്ററിന്റെ പൈസ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ട്രേഡേഴ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കത്തില്ല. എങ്ങനെയുള്ള ട്രേഡേഴ്സിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ഗ്രാജുവലി നമ്മൾ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് വെച്ച് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകളിലായിരിക്കും ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അല്ലേ. അത് ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മളാണെങ്കിലും ഒരാളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും നോക്കുന്നത്? അവര് ഒരു ഗാംബ്ലിംഗ് രീതിയിലാണോ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർമൽ ഒരു റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ടാണോ ട്രേഡ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിസ്ക് എഞ്ചിൻ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈല് നോക്കും. ട്രേഡിംഗ് സ്റ്റൈല് നോക്കിയിട്ട് ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, ഇപ്പം ലോഡ് സൈസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഏതൊരു അസറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ റിസ്ക് എഞ്ചിൻ നോക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു 100K ട്രേഡ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ഇൻവെസ്റ്റർ അക്കൗണ്ടിലേക്ക് ട്രേഡ് കോപ്പി ചെയ്യുന്നത് ഈ ഒരു റിസ്ക് എഞ്ചിൻ ആണ്. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഇപ്പം നോർമലി ട്രേഡിംഗ് സ്റ്റൈല് ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലോഡ് സൈസ് കൂട്ടും അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്താലും നമ്മുടെ ട്രേഡ് ആ ഒരു നമ്മുടെ ഇൻവെസ്റ്ററിന്റെ അക്കൗണ്ടിൽ കോപ്പി ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു റിസ്ക് എഞ്ചിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു 100K ട്രേഡ് ചെയ്യുന്ന സ്റ്റൈല് ഒരു റിസ്ക് എഞ്ചിൻ നോക്കിയിട്ട് ആ ഒരു റിസ്ക് എഞ്ചിൻ ആയിരിക്കും ആ ഒരു ഇൻവെസ്റ്ററിന്റെ അക്കൗണ്ടിൽ ഈ ഒരു ട്രേഡ്സ് പ്ലേസ് ചെയ്യുന്നത്. കാലിബ്രേഷൻ ഫേസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആണെന്ന് ഈ ഒരു റിസ്ക് എഞ്ചിൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമാണ് ഈ ഒരു 15 days എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 15 days നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, അതിന്റെ ലോഡ് സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏതൊരു അസറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു 0.01 ലോട്ട് അല്ലെങ്കിൽ 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ച് നമ്മളൊരു 5 ലോട്ടിലോ 10 ലോട്ടിലോ ട്രേഡ് പ്ലേസ് ആയി കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റർ അക്കൗണ്ടിൽ ഒരു ഹ്യൂജ് ലോസ് ആയിരിക്കും വരാൻ പോകുന്നത് അല്ലെ. അപ്പം അങ്ങനെ നടക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം നമ്മൾ ഇവിടെ എന്തെങ്കിലും രീതിയിൽ ലോഡ് സൈസ് കൂട്ടുവോ, നമ്മൾ ട്രേഡിംഗ് സ്റ്റൈൽ അല്ലാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ വേറൊരു രീതിയിൽ ട്രേഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിന്റെ റിസ്ക് മാക്സിമം കുറച്ചിട്ട് മാത്രമേ റിസ്ക് എഞ്ചിൻ അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് റിസ്ക് എഞ്ചിൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളല്ല ചെയ്യുന്നത്. റിസ്ക് എഞ്ചിൻ നമ്മുടെ ട്രേഡ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്ററിന്റെ അക്കൗണ്ടിൽ ട്രേഡ് പ്ലേസ് ആവുമായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഇൻവെസ്റ്ററിന്റെ അക്കൗണ്ട് നമുക്ക് കിട്ടുന്നതും നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിലാണ് നമ്മുടെ ഇത് കിട്ടുന്നത്. ഇനിഷ്യലി നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ഡൗട്ട് കാണും, അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അത് എനിക്കും ഇത് കേട്ടപ്പോൾ ഫീൽ ചെയ്തതാണ്. അപ്പം അതിന്റെ ഗ്രാജുവലി ഈ ഒരു സെഷന്റെ അവസാനം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് ഡൗട്ട് ക്ലിയറൻസിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സോർട്ട് ചെയ്യാം. 15 days എന്നാൽ മൺഡേ ഫ്രൈഡേ ഒക്കെ ചെയ്യേണ്ടി വരുമോ? ഫ്രൈഡേ മൺഡേ ഒക്കെ ചെയ്യേണ്ടി വരും. അതായത് എല്ലാ ദിവസവും 15 ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന 15 ദിവസമാണ് കാൽക്കുലേറ്റ് ആവുന്നത്. ഇപ്പൊ മിനിമം നമ്മൾ 15 days എങ്കിലും, ഇപ്പൊ 15 days ആയി പക്ഷെ നമ്മൾ സ്റ്റിൽ ട്രേഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവത്തില്ല, ഈ ഒരു റിസ്ക് കാലിബ്രേഷൻ എന്ന് പറയുന്നത് 100% ആവത്തില്ല. അപ്പൊ നോർമലി ഇവിടുന്ന് അങ്ങോട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഇതെല്ലാം ഓരോ ദിവസങ്ങളായിട്ട് കാൽക്കുലേറ്റ് ആവും. അതിന്റെ കൂടെ നമ്മൾ അതിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, ഈ ഒരു റിസ്ക് കാലിബ്രേഷൻ എന്ന് പറയുന്നതും 100% ആവണം. ഇത് 100% ആയാലേ നമ്മുടെ കാലിബ്രേഷൻ ഫേസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇത് ക്ലിയർ ആയോ? എന്താണ് കാലിബ്രേഷൻ സ്റ്റേജ് എന്ന് മനസ്സിലായോ? ഇപ്പൊ ബേസിക്കലി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആണ്, നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണ് എന്ന് റിസ്ക് എഞ്ചിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാലിബ്രേഷൻ ഫേസ് ഉള്ളത്. അപ്പൊ ബേസിക്കലി
നമുക്ക് ഒരു 100K അക്കൗണ്ട് കിട്ടിയാൽ ആ ഒരു 100K അക്കൗണ്ടിൽ ചലഞ്ച് ഒന്നും പാസ്സാവേണ്ട ആവശ്യമില്ല. ആ ഒരു 100Kയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്താൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവിടെ ഡെയിലി ഡെയിലി ഡ്രോ ഡൗൺ, മാക്സിമം ഡ്രോ ഡൗൺ, അക്കൗണ്ട് ഇല്ലാതായി പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വൺസ് ഒരു 100K കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏത് ട്രേഡിംഗ് സ്റ്റൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവിടെ മാക്സിമം ഡ്രോ ഡൗൺ, ഡെയിലി ഡ്രോ ഡൗൺ ലിമിറ്റേഷൻ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ട്രേഡിംഗ് സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാം. അവിടെ ലിമിറ്റേഷൻ ഒന്നുമില്ല. പക്ഷെ അവിടെ ഉള്ള ലിമിറ്റേഷൻ വേറെ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രേഡ് ചെയ്ത് നമുക്ക് വലിയൊരു ഡ്രോ ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു സ്റ്റാറ്റ് കണ്ട് നമ്മളിലേക്ക് വരത്തില്ല. അതാണ് അവിടുത്തെ ഇഷ്യൂ. ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ബാഡ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഇവിടുന്ന് ലോങ് ടേം ആയിട്ട് ഇവിടുന്ന് ഒരു 5 years അല്ലെങ്കിൽ 6 years നമുക്ക് നോർമലി ഇപ്പൊ ഒരു ബ്രോക്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോഫേമിന്റെ സ്റ്റാറ്റ് ആണെങ്കിലും ഒക്കെ നമ്മളൊരു ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഫഷണലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ആണ്. പക്ഷെ ഈ ഒരു ഡാർവിനിക് സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഇത് ഒരു മാനിപ്പുലേറ്റഡ് ഡേറ്റ അല്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യുവാണെങ്കിൽ ലോങ് ടേമിൽ ഇത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ കാണിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഫണ്ട് കളക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അവരാകെ ചെയ്യേണ്ടത് ഇപ്പൊ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അവർക്ക് നോർമൽ ഡാർവിനെക്സ് പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ട്രേഡ്സ് കോപ്പി ചെയ്യാം. അല്ല ഇനിയും ഡാർവിനെക്സ് സീറോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ അലൊക്കേഷൻ വരും. നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ആ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മുടെ സ്റ്റാറ്റ് ഇങ്ങനെയാണ്, നിങ്ങളുടെ എന്റെ ഒരു ട്രേഡിംഗ് സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് നമ്മളിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു ഡാർവിനിക്സ് പ്ലാറ്റ്ഫോം ഉള്ളത്. ലോസ് വന്നാൽ എന്താ ഉണ്ടാവുക? ലോസ് വന്നാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ആലോചിക്കേണ്ടത്, നമ്മളിവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഇപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം. ഇവിടെ നമ്മൾ സ്റ്റാറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. നമ്മുടെ ഒരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സ്റ്റാറ്റ് ഇരിക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു സ്റ്റാറ്റ് ബേസിക്കലി ബിൽഡ് ചെയ്താലാണ് നമുക്ക് എന്ത് യൂസ് ഉള്ളത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള അലൊക്കേഷൻ വരും. അത് ഒരു വിർച്വൽ അലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നോർമലി ഒരു റിയൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടാണ് വരുന്നത്. അപ്പൊ അത് എത്ര വരും, എങ്ങനെയാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സ്റ്റാറ്റ് കൊള്ളത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഈ ഒരു 100K അക്കൗണ്ടിൽ നമ്മൾ ലോസ് ആണ് വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കും എങ്ങനെ എത്ര ഡ്രോ ഡൗൺ വരുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട്, മന്ത്ലി ഉള്ള നമ്മുടെ ഡേറ്റ നോക്കും. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ക്യാപിറ്റൽ അലോക്കേഷൻ കിട്ടുന്നത്. ഇപ്പൊ ബേസിക്കലി അതിനെ പറ്റിയിട്ട് നമുക്ക് ക്യാപിറ്റൽ അലോക്കേഷനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കാലിബ്രേഷൻ ഫേസ് എന്താണെന്ന് മനസ്സിലായോ? ആ ഈ 15 days നമുക്ക് എത്ര മിനിമം ട്രേഡ് എടുക്കണമെന്നുണ്ട്? മിനിമം ഇത്ര ട്രേഡ് ഉണ്ട് എടുക്കണമെന്നുണ്ട്? ഉണ്ട് അതിന്റെ ഡേറ്റ കറക്റ്റ് നമ്പർ എനിക്ക് ചെക്ക് ചെയ്യണം. അറൌണ്ട് ഒരു 20 ട്രേഡ്സ് 15 ട്രേഡ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ആ ഒരു അതിവിടെ കാലിബ്രേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ഈ ഒരു റിസ്ക് കാലിബ്രേഷൻ എന്ന് പറയുന്നത് 100% എത്തണം. 15 days ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ട്രേഡിംഗ് ഡേയ്സും 100% ആവും. ഇത് രണ്ടും 100% ആയാലാണ് നമ്മുടെ കാലിബ്രേഷൻ സ്റ്റേജ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ മിനിമം നമ്മൾ എത്ര ട്രേഡ് എടുത്താലും മിനിമം നമ്മൾ 15 days എങ്കിലും വെയിറ്റ് ചെയ്യണം കാലിബ്രേഷൻ ഫേസ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ വൺസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡൻഷ്യൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. BKDZ എന്നാണ് എന്റെ ഡാർവിന്റെ പേര്. ഇവിടെ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സി ക്രെഡൻഷ്യൽസ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 100K അക്കൗണ്ടിന്റെ ക്രെഡൻഷ്യൽസ് നമുക്ക് കാണാം. ഇത് വെച്ചിട്ട് നമുക്ക് മെറ്റാ ട്രേഡർ 5ലോ 4ലോ ലോഗിൻ ചെയ്യാൻ പറ്റും. നമുക്ക് റിയൽ അക്കൗണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിയൽ അക്കൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. അവിടെ വേറെ ചലഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ഹോൾ ലോജിക് എന്ന് പറയുന്നത് ഈ ഒരു റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നതല്ല. ഈ ഒരു റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു റിയൽ അക്കൗണ്ട് എന്ന് നമുക്ക് പറഞ്ഞാലും ഇത് ആക്ച്വലി ഒരു വിർച്വൽ അക്കൗണ്ട് പോലെ തന്നെയാണ് ആക്ട് ആവുന്നത്. ഇതിൽ ട്രേഡ് ചെയ്യുന്ന ഇവിടെ പ്ലേസ് ചെയ്യുന്ന ട്രേഡ്സ് നമ്മുടെ റിസ്ക് എഞ്ചിൻ ആണ് നമ്മുടെ ബാക്കിയുള്ള ക്യാപിറ്റൽ അലോക്കേഷനിലേക്ക് കോപ്പി ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ? കാലിബ്രേഷൻ ഫേസ് എന്താണെന്ന് മനസ്സിലായോ?
നോക്കിയിട്ട് ചെയ്യുമ്പം നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകാൻ പോകുന്ന സ്റ്റേജ് ആണ് ഡാർവീനിയ സിൽവർ. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ നമ്മൾ ഡാർവീനിയ സിൽവർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകും. അവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ ബാക്കിയുള്ള ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർക്ക് കിട്ടുന്ന ക്യാപിറ്റൽ അലൊക്കേഷൻ കണ്ടോ ഇവിടെ 3,75,000, 1,30,000 ഇതൊക്കെ യൂറോയിലാണ്. അപ്പൊ ഇവിടെ കാണാൻ പറ്റും ഓരോ ആൾക്കാരുടെയും ക്യാപിറ്റൽ അലൊക്കേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്. ബേസിക്കലി അവരുടെ റേറ്റിംഗ് ഇവിടെ കാണാൻ പറ്റും. ഈ 90, 89 ഈ റേറ്റിംഗ് കൊടുക്കുന്നത് റിസ്ക് എഞ്ചിൻ ആണ്. ഓക്കെ, അപ്പൊ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യണം എന്നൊന്നും ഇല്ല അലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബേസിക്കലി നമുക്ക് ഒരു ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ സ്റ്റാറ്റ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്, അവരുടെ സ്റ്റാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതൊക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു കാലിബ്രേഷൻ ഫേസിൽ നമ്മൾ പെർഫോം ചെയ്തത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ പോകുന്നത് ഡാർവീനിയ സിൽവർ എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ്. ഈ ഒരു ഡാർവീനിയ സിൽവർ സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ഡാർവീനിയ സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ക്യാപിറ്റൽ അലോക്കേഷൻ തരും. നമ്മുടെ ട്രേഡിംഗ് സ്റ്റാറ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അലോക്കേഷൻ തരും. അതാണ് ഡാർവീനിയ സിൽവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഡാർവീനിയ സിൽവർ, ഡാർവീനിയ ഗോൾഡ്, ഡാർവിൻ, റിസ്ക് എഞ്ചിൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പം ബേസിക്കലി ഇവിടെ കണ്ടോ 600 പേര് 700 പേർക്ക് ഇവർക്കൊക്കെ ക്യാപിറ്റൽ അലൊക്കേഷൻ കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു കേസില് FNQ എന്ന് പറയുന്ന ഈ ഒരു ട്രേഡറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു സിഗ്നൽ അക്കൗണ്ടിലാണ് ഈ ഒരു ട്രേഡർ ട്രേഡ് ചെയ്യുന്നത്. അത് കോപ്പി ആവുന്നത് എവിടെയാണ്? ഇയാൾക്ക് കിട്ടിയിട്ടുള്ള അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എത്രയാണ്? 30,189 യൂറോ ആണ് ഇയാൾ മാനേജ് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്തത് ഈ ഒരു ഡാർവിനിക് സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണ്. ഇത് മനസ്സിലായോ? ഈ ഒരു ട്രേഡർ മാനേജ് ചെയ്യുന്ന അസറ്റ് 30,189 യൂറോസ് ആണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഈ ആള് ട്രേഡ് ചെയ്ത് ആദ്യം കുറച്ച് ഡ്രോ ഡൗൺ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കറന്റ്ലി ഒരു ഹ്യൂജ് ഡ്രോ ഡൗണിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാറ്റ് കാണാൻ പറ്റും. അതിനുശേഷം എന്താണ് നമുക്ക് അസറ്റ്സ് ആൻഡ് ടൈം ഫ്രെയിംസ്, ഏതൊക്കെ അസറ്റിൽ ട്രേഡ് ചെയ്തു, ഇപ്പം ഏത് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ സെഷനിൽ ട്രേഡ് ചെയ്യാറുണ്ട്, യൂറോപ്യൻ സെഷനിൽ, ഏഷ്യൻ സെഷനിൽ ട്രേഡ് ചെയ്യാറുണ്ട്. അമേരിക്കൻ സെഷനിൽ ട്രേഡ് ചെയ്യുന്നത് 5.80% പ്രോഫിറ്റിലാണ്. യൂറോപ്യൻ സെഷനിലും ഏഷ്യൻ സെഷനിലും ആക്ച്വലി ലോസ് ആണ് ട്രേഡ് ചെയ്തിട്ട് കറന്റ് ഉള്ളത്. ഓരോ ട്രേഡിംഗ് ഡേയ്സിലും, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റാറ്റാണ് നമുക്ക് കിട്ടുന്നത്. വെനസ്ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇത് കണ്ടോ, മൺഡേയിൽ 3.74%. നോർമലി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇപ്പോൾ വരെ എല്ലാ മൺഡേയ്സിലും ട്രേഡ് ചെയ്ത് 3.74% ഏൺ ചെയ്തിട്ടുണ്ട്. ട്യൂസ്ഡേയ്സിൽ -8.22% ആണ്. വെനസ്ഡേയിൽ 7.52% ആണ്. തേഴ്സ്ഡേയിൽ -11.52% ആണ്. ഫ്രൈഡേ. അപ്പൊ ഈ ഒരു സ്റ്റാറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ട്രേഡറിന് ഏറ്റവും കൂടുതൽ വിന്നിംഗ് സ്ട്രീക്ക് ഉള്ള ഡേയ്സ് എന്ന് പറയുന്നത് മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ്. ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് ട്രേഡ് ചെയ്യുന്നത്. മെജോറിറ്റി ട്രേഡ്സും ലോസിലാണ് എൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാറ്റ് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ആണെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. സ്ട്രാറ്റജി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ട്രേഡ്സ് എത്രയാണ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു ട്രേഡർ 2020 മുതൽ ഡാർവിനെക്സ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഇത് കണ്ടോ? കാണുന്നില്ലേ? ഈ ഒരു പാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? റിട്ടേൺ പെർ മന്ത്. യെസ്. അപ്പം ഇവിടെ നമുക്ക് ഏപ്രിലില് -0.10, മെയ്യില് 0.29, ജൂണില് -2.3, ജൂലൈയില് 2.13%. ഇങ്ങനെ ഓവറോൾ ഒരു ഇയറിൽ 2020 ഇയാൾ +4.70% ആണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ്
അടുത്ത 2021 നോക്കുവാണെങ്കിൽ -4.48 ആണ്. 2022 -6.76 ആണ്. നമുക്ക് 2023 ഒരു 1.94, 2024 നെഗറ്റീവ് ഇയർ ആണ്. കറന്റ് നെഗറ്റീവ് ആയിട്ട് നിൽക്കുകയാണ്. ഇത്രയും വർഷമായിട്ട് ട്രേഡ് ചെയ്തിട്ടും ക്യാപിറ്റൽ അലോക്കേഷൻ കുറവായതിന്റെ കാരണം എന്താണ്? കറന്റ് ഹ്യൂജ് ഡ്രോ ഡൗണിലാണ് അക്കൗണ്ട് നിൽക്കുന്നത്. എന്നിട്ടും സ്റ്റിൽ അയാൾ 30,000 യൂറോ ആണ് കറന്റ് മാനേജ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമുക്കൊരു അസറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു അസറ്റ് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യണം എന്നൊന്നുമില്ല. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ബേസിക്കലി നോക്കുന്നത്. അപ്പൊ നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ഡേയ്സിൽ 3.38% ടു 1.86% ഒക്കെ വരാറുണ്ട്. വേഴ്സ്റ്റ് ഡേയ്സിൽ -5.81% മുതൽ -1.87% ഒക്കെ വരാറുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഡ്രോ ഡൗണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ബേസിക്കലി അലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സിഗ്നൽ അക്കൗണ്ടിൽ ഇപ്പൊ നോർമലി നമ്മൾ ഈ കാണുന്ന സ്റ്റാറ്റ് എന്ന് പറയുന്നത് റിസ്ക് എഞ്ചിൻ അലൊക്കേഷനിൽ കോപ്പി ചെയ്തിട്ടുള്ള സ്റ്റാറ്റ് ആണ് ഈ കാണുന്നത്. മനസ്സിലായോ? അപ്പം ആക്ച്വലി ഈ ഒരു സിഗ്നൽ അക്കൗണ്ടിൽ ഇതിലും വേഴ്സ്റ്റ് പെർഫോമൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു സിഗ്നൽ അക്കൗണ്ടിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇത് ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മുടെ ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് കോപ്പി ചെയ്യുന്നത് ആരാണ്? റിസ്ക് എഞ്ചിൻ ആണ്, അല്ലെ? അപ്പൊ ആ ഒരു റിസ്ക് എഞ്ചിൻ റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് കോപ്പി ചെയ്തിട്ട് പോലും ഈ ഒരു അക്കൗണ്ട് ഹ്യൂജ് ഡ്രോ ഡൗണിലാണ് നിൽക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഒരു സിഗ്നൽ അക്കൗണ്ടിൽ ഇതിലും ഹ്യൂജ് ഡ്രോ ഡൗണിലായിരിക്കും ഈ ഒരു അക്കൗണ്ട് നിൽക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു റിസ്ക് എഞ്ചിൻ റിസ്ക് മാനേജ് ചെയ്തിട്ടാണ് ഇവിടെ ഇത്രയെങ്കിലും ഈ ഒരു സ്റ്റാറ്റിൽ കറന്റ് നിൽക്കുന്നത്. അത് മനസ്സിലായോ? ഇനി ഈ ഒരു ഡാർവീനിയ സിൽവറിൽ തന്നെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരാളുടെ സ്റ്റാറ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ ഏറ്റവും താഴെ നിന്നൊരു സ്റ്റാറ്റ് ആയിരുന്നു നമ്മൾ നോക്കിയത്. CWDS എന്ന് പറയുന്ന ഒരു ട്രേഡറിന്റെ സ്റ്റാറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ആൾ എത്ര രൂപയാണ് മാനേജ് ചെയ്യുന്നത്? 4,50,000 യൂറോസ് ആണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റിട്ടേൺസ് 37.3% ആണ്. മാക്സ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് -3.69% ആണ്. ഇത് ആക്ച്വലി അടിപൊളി സ്റ്റാറ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് 6 മന്ത്സിൽ 37.30% ആണ്. അതായത് ഈ ഒരു ട്രേഡറിന്റെ ചാർട്ട് നോക്കുവാണെങ്കിലും 9 ഡിസംബർ മുതൽ ട്രേഡ് ചെയ്തിട്ട് നല്ലൊരു വിന്നിംഗ് സ്ട്രീക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അസറ്റ് മാനേജ്മെന്റ് എന്തായി? ഈ ഒരു സ്റ്റാറ്റ് നല്ലതായതുകൊണ്ട് അസറ്റ് മാനേജ്മെന്റ് എന്തായി? 4,50,000 ക്യാപിറ്റൽ ആണ് കറന്റ് മാനേജ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? സ്റ്റാറ്റ് മാറിയപ്പം ക്യാപിറ്റൽ അലൊക്കേഷൻ മാറിയത് കണ്ടോ? യെസ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഡിസംബർ മുതലാണ് ഈ ഒരു ട്രേഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 4.9%, 8%, 12%, 7%. ഓവറോൾ 2024 4% ഗെയിൻ ആണ്. 4.9%. 2025 ഇനി 30% ഗെയിൻ ആണ്. ഇത് ആക്ച്വലി വലിയൊരു അടിപൊളി പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാപിറ്റൽ ആൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഡ്രോ ഡൗൺ നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ഡേയ്സിൽ 3.1%, വേഴ്സ്റ്റ് ഡേയ്സിൽ -1.61% ആണ് മാക്സിമം ഡ്രോ ഡൗൺ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് കൂടാതെ അസറ്റ് ആൻഡ് ടൈം ഫ്രെയിംസ് നോക്കുവാണെങ്കിൽ ഇപ്പം ഏതൊക്കെ സെഷൻസിൽ കമോഡിറ്റീസിലാണ് ട്രേഡ് ചെയ്യുന്നത്? യൂറോപ്യൻ സെഷനിൽ ട്രേഡ് ചെയ്യാറുണ്ട്, അമേരിക്കൻ സെഷനിലും ഏഷ്യൻ സെഷനിലും ഒക്കെ ട്രേഡ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ സെഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ സ്റ്റാറ്റ് നോക്കുവാണെങ്കിലും എല്ലാ ദിവസവും ട്രേഡ്സ് എടുക്കാറുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റീസ് നോക്കാറുണ്ട്. എല്ലാം ആക്ച്വലി വിന്നിംഗ് ആയിട്ട് പോകാറുണ്ട്. ആൻഡ് ഇത് ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് അല്ല. അപ്പം ഈ ഒരു അക്കൗണ്ടിൽ മേ ബി ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ഡ്രോ ഡൗൺസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പം ഈ ഒരു ഡാർവിനെക്സ് സിൽവർ എന്ന് പറയുന്നതിൽ ബേസിക്കലി ഈ ഒരു ഡാർവിനെക്സ് സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണ് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ തരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വേറൊരാളുടെ സ്റ്റാറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ട് ആണ്. ഒരു ചെറിയ ഡ്രോ ഡൗണിലേക്ക് പോയിട്ടാണ് ക്യാപിറ്റൽ കൂടിയിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഈ ഇയറിൽ ജനുവരി മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജനുവരിയിൽ 2.6%, ഫെബ്രുവരിയിൽ 7%, മാർച്ചിൽ 13.2%.
ഓക്കെ, അങ്ങനെ ഓവറോൾ 24% ആണ് ഗെയിൻ ചെയ്തിട്ടുള്ളത്. 45,000 ആണ് കറന്റ് അസറ്റ് മാനേജ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 24% ആണ്, -6% ആണ് ഡ്രോ ഡൗൺ. പക്ഷെ ഇവിടെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഈവൻ ദോ നല്ലൊരു വിന്നിംഗ് സ്ട്രീക്ക് ഉണ്ടെങ്കിലും നമുക്ക് ക്യാപിറ്റൽ അലൊക്കേഷൻ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം എന്താ? ഇതൊരു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് അല്ല ഈ ഒരു ട്രേഡ്സ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റിസ്ക് എഞ്ചിൻ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു അക്കൗണ്ട് ഒന്ന് ഹ്യൂജ് ഡ്രോ ഡൗണിലേക്ക് പോകാത്തത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ അസറ്റ് മാനേജ്മെന്റ് കുറവായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ബേസിക്കലി ഡാർവിനെക്സ് സിൽവർ എന്താണെന്ന് മനസ്സിലായോ? ഡാർവിനെക്സ് സിൽവർ എന്ന് പറയുന്നത് ഈ ഒരു ഡാർവിനെക്സ് 0 തന്നെയുള്ള നമ്മുടെ റേറ്റിംഗ് തരും. അതായത് റിസ്ക് എഞ്ചിൻ നമുക്കൊരു റേറ്റിംഗ് തരും. നമ്മുടെ ഈ ഒരു മാസത്തെ പെർഫോമൻസ് വെച്ചിട്ടല്ല നമുക്ക് റേറ്റിംഗ് തരുന്നത്. നമ്മുടെ പാസ്റ്റ് പെർഫോമൻസും കറന്റ് പെർഫോമൻസും എത്ര ഡ്രോ ഡൗൺ പോയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്, നമുക്ക് ക്യാപിറ്റൽ അലൊക്കേഷൻ തരുന്നത്. ഇപ്പൊ ഇവിടെ ക്യാപിറ്റൽ അലൊക്കേഷൻ സ്റ്റേജിൽ നമുക്ക് കാൽക്കുലേറ്റ് യുവർ റേറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ദിസ് കലണ്ടർ മന്ത്, അതായത് കറന്റ് മന്തിൽ എനിക്കൊരു 3% റിട്ടേൺ ആണ് ഉള്ളത്. അല്ലെങ്കിൽ ഓൾറെഡി എനിക്ക് ഇപ്പം കഴിഞ്ഞ 5 മന്ത്സിൽ എനിക്കൊരു 3% റിട്ടേൺ ആണ് ഉള്ളത്. എന്റെ 6 മാസത്തിലെ മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് ഒരു -3% ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ കാണാൻ പറ്റും എന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 76.46 ആണ്. അപ്പൊ 75 റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അലൊക്കേഷൻ കിട്ടും. ഇവിടെ എനിക്ക് അലൊക്കേഷൻ കിട്ടാൻ പോകുന്നത് എത്രയാണ്? അതായത് ഈ ഒരു കലണ്ടർ മന്തിൽ ഞാൻ 3% ജനറേറ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു 5 മാസത്തിൽ ഞാൻ മൊത്തത്തിൽ 3% ജനറേറ്റ് ചെയ്തു. എനിക്ക് മാക്സിമം ഡ്രോ ഡൗൺ വന്നിട്ടുള്ളതും -3% ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 30,000 അലൊക്കേഷൻ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. ഇവിടെ ഞാനിപ്പോ 5% ജനറേറ്റ് ചെയ്തു. കഴിഞ്ഞ കലണ്ടർ മന്തിൽ ഞാൻ ചിലപ്പം ഒരു 4% ജനറേറ്റ് ചെയ്തു. എന്റെ മാക്സിമം ഡ്രോ ഡൗൺ 3% ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഓൾറെഡി 85 ആണ് എന്റെ റേറ്റിംഗ്. എനിക്ക് 35,000 യൂറോ ആണ് അലൊക്കേഷൻ കിട്ടുന്നത്. വൺസ് ഈ ഒരു അലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 3 മാസത്തേക്ക് ഈ ഒരു അലൊക്കേഷൻ കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു 3 മാസം ഈ ഒരു അലൊക്കേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന എത്രയാണോ പ്രോഫിറ്റ്, അതിന്റെ 15% ആണ് നമുക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു 80%, 90%, 95% ഒന്നും അല്ല പേ ഔട്ട് കിട്ടുന്നത്. നോർമൽ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 15% ആണ് നമുക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുന്നത്. ഇത് ക്ലിയർ ആയോ? നമ്മൾ മാനേജ് ചെയ്യുന്ന ക്യാപിറ്റലിന് എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താലും അതിന്റെ 15% ആണ് നമുക്ക് പേ ഔട്ട് സ്പ്ലിറ്റ് ആയിട്ട് കിട്ടുന്നത്. 15. നമ്മുടെ നോർമൽ പ്രോഫോം സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? ഓക്കെ, അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ആൻഡ് നമുക്ക് 80 വേഴ്സസ് 15 യെസ്, അതാണ് അതായത് രണ്ടിന്റെയും ബിസിനസ് മോഡലിന്റെ ഡിഫറൻസ് ആണത്. അതായത് നമുക്ക് ഒരു നോർമൽ ജെനുവിൻ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പേ ഔട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അപ്പൊ നോർമലി അതിൽ ഒരു 5% ഇൻഡസ്ട്രി കമ്മീഷനോട് എടുത്തിട്ടാണ് 15% പേ ഔട്ട് തരുന്നത്. അപ്പം ഡാർവിനെക്സിൽ ആക്ച്വലി വേണ്ടത് നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക, നമ്മളൊരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്നൊരു റിട്ടേൺസ് ആണ് ഡാർവിനെക്സിന് കിട്ടുന്നത്. പക്ഷെ പ്രോഫോംസിൽ കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചലഞ്ച് ഫെയിൽ ആവുക, വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുക്കുക, ആ ഒരു എമൗണ്ട് ആണ് ആക്ച്വലി പ്രോഫോമിന്റെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം പ്രോഫോംസിന് ആൾക്കാർ ലോസ് ആവുകയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡാർവിനെക്സിന് ആൾക്കാർ പ്രോഫിറ്റബിൾ ആവുന്നതാണ് അവരുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം റിയലിസ്റ്റിക്കലി ഒരു 15% ആണ് നമുക്ക് പേ ഔട്ട് സ്പ്ലിറ്റ് കിട്ടുന്നത്. ആൻഡ് അത് ക്വാർട്ടർലി പേയ്മെന്റ് സ്പ്ലിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് 3 മാസത്തിലായിരിക്കും ആ ഒരു പേയ്മെന്റ്. അതായത് നമുക്കൊരു അലൊക്കേഷൻ 3 മാസത്തേക്കാണ് കിട്ടുന്നത്.
ആ ഒരു അലൊക്കേഷൻ എൻഡ് ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് സ്പ്ലിറ്റും നമുക്ക് കിട്ടുന്നത്. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഡാർവിനെക്സ് സിൽവറിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു 8 months എങ്കിലും മിനിമം നമുക്ക് സ്റ്റാറ്റ് വരുവാണെങ്കിൽ അടുത്ത നമ്മൾ പോകാൻ പോകുന്ന സ്റ്റേജ് ആണ് ഡാർവീനിയ ഗോൾഡ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഡാർവീനിയ ഗോൾഡ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് ആക്ച്വലി ഈ റിയൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഡാർവിനെക്സ് പ്ലാറ്റ്ഫോമും നമ്മുടെ ഈ ഒരു അലൊക്കേഷൻ തരും. അത് കൂടാതെ നമുക്ക് ഈ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ. അപ്പം ഡാർവീനിയ ഗോൾഡിൽ മിനിമം 8 months എങ്കിലും ട്രേഡ് ചെയ്ത് നമുക്ക് നല്ലൊരു സ്റ്റാറ്റ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഡാർവീനിയ ഗോൾഡിലേക്ക് പോകത്തുള്ളൂ. ഡാർവീനിയ ഗോൾഡിൽ റിയൽ ആൾക്കാർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണും അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ഇവിടെ നോക്കുവാണെങ്കിൽ 8,53,556 euro ആണ് ഇവിടെ ഈ ഒരാള് മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ സ്റ്റാറ്റ് നോക്കുവാണെങ്കിലും ഇനിഷ്യലി ഡ്രോ ഡൗണിലേക്ക് പോയിട്ട് ആക്ച്വലി റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒരു സ്റ്റാറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നെഗറ്റീവ്. ഇപ്പൊ 2017 മുതൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ആള് ആ ഒരു ഇയറിൽ 26%, നമുക്ക് 10%, അതിന്റെ അടുത്ത ഇയർ 10%, അതിന്റെ അടുത്ത ഇയർ 5%, 9%, -11%, 11%, 22%, ഈ ഒരു ഇയറിൽ 5%. അങ്ങനെ ടോട്ടൽ ക്യാപിറ്റലിന് 129.36% ആണ് 2017 മുതൽ 2025. ഇതാണ് ആക്ച്വലി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ നമുക്ക് ലൂസിങ് മന്ത്സ് ഉണ്ട്, വിന്നിങ് മന്ത്സ് ഉണ്ട്, ഡ്രോ ഡൗൺ ഉള്ള ഇയേഴ്സ് ഉണ്ട്, നോർമൽ പെർഫോം ചെയ്യുന്ന ഇയേഴ്സ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഇയർ ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് ആണ്. അപ്പം ഈ ഒരു സ്റ്റാറ്റിൽ ഇപ്പം പ്രോഫിറ്റ് മാത്രം കിട്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂജ് പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന ഒരു ഇതല്ല അല്ലെ. അപ്പം ഇങ്ങനെ പെർഫോം ചെയ്താൽ മതി. അതായത് ഇപ്പം ഈ ഒരാള് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇയർ ഉണ്ടെങ്കിലും എല്ലാ മന്തും പ്രോഫിറ്റ് അല്ലെങ്കിലും സ്റ്റിൽ എത്രയാ ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്നത്? 8,53,000 അല്ലെ. അപ്പം ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാ മന്തും പ്രോഫിറ്റ്, എല്ലാ മന്തും ഭയങ്കര പ്രോഫിറ്റ്, ക്യാപിറ്റലിന് 100% ഒരു 6 months തന്നെ അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതായത് നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്താൽ മതി. അവിടെ നമ്മൾ മാക്സിമം ഡ്രോ ഡൗൺ കുറച്ച്, ഇപ്പൊ ഒരു 129% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് -19% ഡ്രോ ഡൗണിലാണ്. അപ്പം ഈ 19% എന്ന് പറയുന്നത് വലിയൊരു ഡ്രോ ഡൗൺ ആണെങ്കിൽ കൂടെ നല്ലൊരു റിട്ടേൺസ് ഉള്ളത് കൊണ്ട് സ്റ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഇപ്പൊ ഡാർവിനെക്സ് പ്ലാറ്റ്ഫോം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 1,50,000 ആണ് അലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? 7,68,157 എന്ന് പറയുന്ന ക്യാപിറ്റല് 32 ഇൻവെസ്റ്റേഴ്സ് ഈ ഒരാളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഈ ഒരു എമൗണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമ്മുടെ സ്റ്റാറ്റ് ഇപ്പൊ ഈ ഒരാൾ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് എപ്പോഴും ടോപ്പ് ലീഡർ ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റ് ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ അലൊക്കേഷൻ ഇനിയും കൂടും. കാരണം ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാർവിനെക്സ് തന്നെ അവരുടെ മാർക്കറ്റിംഗ് ടീമും അവരുടെ കാര്യങ്ങളും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആൾക്കാരെ കണക്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിനെ വൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഡാർവിനെക്സ് ഹീറോ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടത്, ഈ ഒരു ഡാർവിനെക്സിന് വേണ്ടത് എന്തുകൊണ്ടാണ്? നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സ്റ്റാറ്റ് ഉള്ള ട്രേഡേഴ്സ് കുറവാണ്. അപ്പം നമുക്ക് എന്ത് വേണം? ഈ ഒരു ഡാർവിനെക്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് വരണം, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡാർവിനെയും വേണം. അതുകൊണ്ടാണ് ഈ ഒരു ഡാർവിനെക്സ് ഹീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. അതായത് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക, അവിടെ ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഫോക്കസ് ചെയ്യുക,
ഈ ഒരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു അക്കൗണ്ടിലേക്ക് തന്നെ വന്നോളും. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടത് എങ്ങനെയാണ്? മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അറൌണ്ട് ഒരു ഇനീഷ്യലി $32 ആണ് വരുന്നത്, മന്ത്ലി $40 ആണ് വരുന്നത്. ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടത്. ആ ഒരു മന്ത്ലി പേ ചെയ്യുന്ന എമൗണ്ട് വെച്ചിട്ട് നമുക്കൊരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റാറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസിന്, ഇപ്പം ഒരു വാലിഡ് ട്രേഡർ ആണെന്ന് ആരെങ്കിലും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറ്റ് കാണിച്ചിട്ടാണെങ്കിൽ, ഇപ്പം ഒരു പ്രോപ്പർ ഹെഡ്ജ് ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള സ്റ്റാറ്റ് ആണിത്. അപ്പൊ ഈ ഒരു സ്റ്റാറ്റ് നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് കാണിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റാറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ബേസിക്കലി നമ്മുടെ സിഗ്നൽ അക്കൗണ്ടിൽ എടുക്കുന്ന ട്രേഡ് റിസ്ക് മാനേജ് ചെയ്തിട്ടായിരിക്കും, റിസ്ക് എഞ്ചിൻ ആയിരിക്കും ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ഈ ഒരു ട്രേഡ് പ്ലേസ് ആവുന്നത്. നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രേഡ് പ്ലേസ് ചെയ്യുന്നത് ആരാണ്? നമ്മളാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും റിസ്ക് എഞ്ചിൻ ആണ് ട്രേഡ് പ്ലേസ് ആവുന്നത്. അപ്പൊ നമ്മളൊരു ഹ്യൂജ് ലോട്ട് ഒക്കെ ട്രേഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ വലിയൊരു റിസ്ക് എടുക്കുവാണ്, സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് ചെയ്യുവാണെങ്കിൽ റിസ്ക് എഞ്ചിൻ എന്ത് ചെയ്യത്തില്ല? ആ ഒരു ട്രേഡ്സ് പ്ലേസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ വലിയൊരു ലോട്ട് സൈസ് ആണെങ്കിൽ അതൊരു 0.01 ലോട്ടിലായിരിക്കും ചിലപ്പം ഇൻവെസ്റ്ററിന്റെ അക്കൗണ്ടിൽ പ്ലേസ് ആവുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ഒരു ക്യാപിറ്റലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റിസ്ക് ഉണ്ട് അല്ലെ? കാരണം നമ്മളിപ്പം ഇപ്പം സ്റ്റാറ്റ് ഒക്കെ നല്ലതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇമ്പൾസീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിലെ ക്യാപിറ്റൽ സേഫ് ആയിട്ട് ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിന്റെ ഇടയിലുള്ള ഒരു കാര്യമാണ് റിസ്ക് എഞ്ചിൻ എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടിയോ? യെസ്. ഇനിയുള്ളതാണ് അലൊക്കേഷൻ, അതായത് പെർമനന്റ് അലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞു ഡാർവിനെക്സ് എന്ന് പറയുന്ന നോർമൽ ബ്രോക്കർ പ്ലാറ്റ്ഫോമില് നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഒന്നും പേ ചെയ്യണ്ട. നമുക്ക് ഡയറക്ട്ലി ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുത്ത് $100 $1000 ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഈ പറയുന്ന ഡാർവിനിയ സിൽവർ അലൊക്കേഷനും ഗോൾഡ് അലൊക്കേഷനും ഒക്കെ കിട്ടും. അവിടെ നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ഉള്ള ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡാർവിനെക്സ് നോർമൽ ബ്രോക്കർ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. നമുക്ക് ഡാർവിനെക്സ് സീറോയിൽ നമുക്ക് ലീഗൽ ലിമിറ്റേഷൻസ് ഇല്ലാതെ ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ നമ്മൾ വിർച്വൽ അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതിന് ലീഗൽ ലിമിറ്റേഷൻസ് ഇല്ല. അത് മനസ്സിലായോ? അപ്പൊ ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മളല്ല, റിസ്ക് എഞ്ചിൻ ആണ് ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു വിർച്വൽ ക്യാപിറ്റലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത് റിയൽ ക്യാപിറ്റലിൽ ഡാർവിനെക്സ് മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ലീഗൽ ലിമിറ്റേഷനും ഇല്ലാതെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ആവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോങ് ടേം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫോം പോലെ ജസ്റ്റ് വന്ന് ഒരു ക്യാപിറ്റൽ അലൊക്കേഷൻ കിട്ടി അവിടുന്ന് ഒരു റിട്ടേൺസ് കിട്ടത്തില്ല. നമ്മുടെ സ്റ്റാറ്റ് ബിൽഡ് ചെയ്ത് ആ ഒരു സ്റ്റാറ്റ് പ്രോപ്പർ ആയിട്ട് ബിൽഡ് ആവുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയുള്ളത് പെർമനന്റ് അലൊക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഈ ഒരു പെർമനന്റ് അലൊക്കേഷൻ ഇവിടെ കാണാൻ പറ്റും, അവൈലബിൾ ആഫ്റ്റർ ഡാർവിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കാലിബ്രേഷൻ ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെർമനന്റ് അലൊക്കേഷൻ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം പെർമനന്റ് അലൊക്കേഷൻ പർച്ചേസ് ചെയ്യുന്നതിന് ഇവിടെ പ്രൈസിങ്ങില് ഇല്ല, പെർമനന്റ് അലൊക്കേഷന്റെ ഡീറ്റെയിൽ ഇപ്പം കറന്റ് കൊടുത്തിട്ടില്ല. വൺസ് ഈ പറയുന്ന കാലിബ്രേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് കാണിക്കത്തുള്ളൂ. അപ്പൊ ബേസിക്കലി നമുക്ക് പെർമനന്റ് അലൊക്കേഷൻ കിട്ടുന്നത് ഇപ്പം 1,00,000 യൂറോയുടെ നമുക്ക് പെർമനന്റ് അലൊക്കേഷൻ എടുക്കാൻ പറ്റും. അപ്പം ആ ഒരു പെർമനന്റ് അലൊക്കേഷൻ എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡാർവിനെക്സ് സിൽവറിലോ ഗോൾഡിലോ ഒന്നും പോവാതെ തന്നെ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്, അതായത് ഒരു 1000 യൂറോ, 1000 സംതിങ് യൂറോ കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ കറക്റ്റ് റേറ്റ് എനിക്ക് കാണിക്കുന്നില്ല കാലിബ്രേഷൻ ഫേസിലായതുകൊണ്ട്, വൺസ് കാലിബ്രേഷൻ ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1000 സംതിങ് യൂറോ കൊടുത്തു കഴിഞ്ഞാൽ 1000 ഒരു $1,00,000 $1,00,000 യൂറോയുടെ പെർമനന്റ് അലൊക്കേഷൻ കിട്ടും. അതായത്
ആ ഒരു അലൊക്കേഷൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അലൊക്കേഷൻ ആയിരിക്കും. ഇനി ഒരു 500 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1,00,000 യൂറോയുടെ അലൊക്കേഷൻ കിട്ടും. പക്ഷെ അവിടെ നമ്മൾ ക്യാപിറ്റലിന് 5% റിട്ടേൺ ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്യാപിറ്റൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ ആ ഒരു അലൊക്കേഷൻ ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഫീയുടെ ഡിഫറൻസിന് നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് കൂടും. 15, 20, 25 ഇതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അലൊക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. വൺസ് പർച്ചേസ് ചെയ്താൽ അക്കൗണ്ട് സൈസിന്റെ 10%, 15%, 20% ഒക്കെ ജനറേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഡിഫറെന്റ് ആണ്. ഇത് നമ്മൾ പൈസ കൊടുത്ത് അലൊക്കേഷൻ വാങ്ങിക്കുവാണ്. ആ ഒരു അലൊക്കേഷൻ അത് ചോയ്സ് ആണ്. അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം. അത് പക്ഷേ മാൻഡേറ്ററി അല്ല. അല്ലെങ്കിൽ അത് ചെയ്യുന്നത് വേണമെങ്കിൽ ചെയ്യാം. അതായത് നമുക്കിപ്പോൾ അലൊക്കേഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അലൊക്കേഷൻ വാങ്ങാൻ പറ്റും. പക്ഷെ അവിടെ നമുക്കൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നോർമലി അല്ലാതെ നമ്മൾ പൈസ കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന അലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അലൊക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ഡാർവിനെക്സ് പ്ലാറ്റ്ഫോം എന്താണെന്നും ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതും ഇതിന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എത്രയാണ് വരുന്നതെന്നുള്ളതും ഇതിൽ എങ്ങനെയാണ് അലൊക്കേഷൻ കിട്ടുന്നതെന്നുള്ളതും ഇതിൽ നോർമലി എങ്ങനെയാണ് ഇത് സ്റ്റാറ്റ് ബിൽഡ് ആവുന്നതെന്നുള്ളതും ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടോ? ഇപ്പൊ ഈ ഒരു PCNB എന്ന് പറയുന്ന ട്രേഡറിനെ നോക്കുവാണെങ്കിൽ 24% റിട്ടേൺ ആണ്, -8.16% ഡ്രോ ഡൗൺ ആണ് വരുത്തിയിട്ടുള്ളത്. 1,10,000 യൂറോ ആണ് കറന്റ് മാനേജ് ചെയ്യുന്നത്. കറന്റ് സ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ മെയ്യിൽ 0.38%, ജൂണിൽ 6%, ജൂലൈയിൽ 1%. അങ്ങനെ ഓവറോൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ 17.91% ആണ്. 2025 നോക്കുവാണെങ്കിൽ 4%, 0.67%, 0.78%. ഇപ്പം നോക്കുവാണെങ്കിൽ ഫെബ്രുവരിയിലും മാർച്ചിലും ആള് ജനറേറ്റ് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് കണ്ടോ, 0.67%, 0.78%. ബട്ട് സ്റ്റിൽ ആള് മാനേജ് ചെയ്യുന്ന അസറ്റ് എത്രയാണ്? 1,10,000 യൂറോസ് ആണ്. അപ്പം ഇത് എന്തുകൊണ്ടാണ് സ്റ്റിൽ പെർഫോമൻസ് പൂർ ആയിട്ടും സ്റ്റിൽ അലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്? പ്രീവിയസ് പെർഫോമൻസ് സ്റ്റാറ്റ് നല്ലതായത് കൊണ്ടാണ് അലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഓരോ മന്തിലും പെർഫോമൻസ് മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ പ്രീവിയസ് പെർഫോമൻസും എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, പ്രൊപ്പറേറ്റർ റിസ്ക് മാനേജ് ചെയ്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ബേസിക്കലി നോക്കുന്നത്. ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? ഇനി ബേസിക്കലി നമുക്ക് എങ്ങനെയാണ് ഒരു നോർമൽ ഒരു പ്രോഫോമും ഡാർവിനെക്സിന്റെ പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, നമുക്ക് ചലഞ്ച് ഇല്ല. ഡാർവിനെക്സ് ഹീറോയിൽ ചലഞ്ച് ഇല്ല, മന്ത്ലി ഫീ ആണ് വരുന്നത്. അപ്പം നമുക്ക് ആകെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് മന്ത്ലി ഫീ ആണ്. അത് അറൌണ്ട് ഒരു $40 അടുത്താണ് നമുക്ക് മന്ത്ലി ഫീ വരുന്നത്. ഇനിഷ്യൽ നമുക്ക് $42 അടുത്താണ് പേയ്മെന്റ് വരുന്നത്. ഇപ്പം കൂപ്പൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് $32 ആണ്, 20% ഡിസ്കൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി പ്രോഫോം ആണെങ്കിൽ നമ്മൾ ചലഞ്ച് പാസ് ആയാലാണ് നമുക്ക് ഫണ്ടഡ് കിട്ടുന്നത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 to 20% ആണ് കിട്ടുന്നത്. അതിൽ കമ്മീഷനോടെ കഴിഞ്ഞിട്ട് നോർമലി 15% ആണ് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 70 to 90% ഒക്കെ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. അത് ഓരോ പ്രോഫോമിന്റെ റൂൾസ് അനുസരിച്ച് ഡിഫർ ചെയ്യും. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റാറ്റ് ബിൽഡ് ചെയ്താലാണ് നമുക്ക് ഒരു ക്യാപിറ്റൽ അലൊക്കേഷൻ കിട്ടുന്നത്. ഇവിടെ ഒരുപാട് ട്രേഡിംഗ് റൂൾസ് കാണും, ഭയങ്കര ടൈറ്റ് റൂൾസ് ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ മാക്സിമം ആ ഒരു അക്കൗണ്ട് ബ്രീച്ച് ആവുന്നതാണ് പ്രോഫോംസിന് ബെറ്റർ. ഇവിടെ നമ്മളൊരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യുന്നതാണ് ഡാർവിനെക്സിനും നമുക്കും ബെറ്റർ. ഇനി ഇവാലുവേഷൻ പ്രോസസ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ ഇവാലുവേഷൻ ഇല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ മസ്റ്റ് ആയിട്ടും നമ്മളൊരു ഇത് ഇവാലുവേഷൻ പാസ് ആവണം. ഇനി ഇൻസ്റ്റന്റ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും അതിന്റെ റേറ്റ്സ് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. അവിടെയും ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിരിക്കും. അവിടെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു അലൊക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ പോകാനുള്ള ചാൻസസ് ഇതിനേക്കാൾ ഡബിൾ ആണ്. നോർമൽ ചലഞ്ച് അക്കൗണ്ടിനേക്കാൾ ഡബിൾ ആണ് അക്കൗണ്ട് പോകാനുള്ള ചാൻസ്. ഇനി ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ് വരുന്നത്. പ്രോഫോമിൽ 1 ടൈം ഫീ ആണ് വരുന്നത്. ഇവിടെ ക്യാപിറ്റൽ ഗ്രോ ആവുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ഇവിടെ സ്കെയിലിംഗ് പ്ലാൻ ചില പ്രോഫോംസ് നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ സ്കെയിലിംഗ് പ്ലാൻസ് തരാറുണ്ട്.
പിന്നെ ഇവിടെ നമുക്ക് ഇപ്പം ഡാർവിനിക്സിൽ അവരുടെ കമ്മ്യൂണിറ്റി, ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് തരാം. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഒരു പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്ന ആ ഒരു രീതികളും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ടും സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇവാലുവേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചലഞ്ച് ഉണ്ടെങ്കിൽ ആ ഒരു ചലഞ്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീസും അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ മെയിൻ ആയിട്ടും ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ലോങ് ടേം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അതായത് ഒരു പ്രോപ്പറായിട്ട് ഒരു ലോങ് ടേം സ്റ്റാറ്റ് ബിൽഡ് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാപിറ്റൽ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ജെനുവിൻ രീതിയിൽ ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജർ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ബെറ്റർ ആണ്. ഒരു ഷോർട്ട് ടേമിൽ പെട്ടെന്ന് വന്ന് ഒരു ഡയറക്റ്റ് ലാർജ് ഫണ്ടിലേക്ക് ആക്സസ് വേണം എന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ അത് പോസിബിൾ അല്ല. ഇവിടെ നമ്മൾ ആ ഒരു പ്രോപ്പർ സ്റ്റാറ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ, അതിപ്പം നമുക്ക് സഡൻ ആയിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ ഇൻട്രസ്റ്റഡ് ആക്കാൻ പറ്റുമെങ്കിലും ഒരു ലോങ് ടേം ഗെയിമാണ് ഇത്. അതായത് നമുക്കൊരു റിയൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ 8 മന്ത്സ് എങ്കിലും നല്ല രീതിയിൽ ട്രേഡ് ചെയ്താലേ നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തത്തുള്ളൂ. അതുവരെ നമുക്ക് ക്യാപിറ്റൽ അലോക്കേഷൻ തരുന്നത് ഡാർവിനെക്സ് സീറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. പക്ഷേ പ്രോഫോമിൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ 8 മന്ത്സ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പം ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ അലോക്കേഷനും അതിനനുസരിച്ചുള്ള റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പം പ്രോഫോം വേണോ ഡാർവിനെക്സ് വേണോ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ട് ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജിങ് രീതിയിൽ ഒരു ജെനുവിൻ ആയിട്ട് ഒരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്യണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡാർവിനെക്സ് ചൂസ് ചെയ്യാം. പെട്ടെന്നൊരു റിസൾട്ട് ആണ്, അതിന് ഒരു ഷെയ്ഡി ആയിട്ടുള്ള ബിസിനസ് മോഡലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോഫോംസ് സെലക്ട് ചെയ്യാം. രണ്ടും റണ്ണ് ചെയ്യണം എന്നുള്ളവർക്ക് രണ്ടും റണ്ണ് ചെയ്യാം. അതാണ് ബേസിക്കലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബേസിക്കലി എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോം, എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായോ? ലോട്ട് സൈസ് എങ്ങനെയാ? ലോട്ട് സൈസ് ഒക്കെ നമ്മൾ തന്നെ മാനുവലി ചെയ്യുന്നതാ. നമുക്ക് ഇത്ര ലോട്ട് സൈസേ വെക്കാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഞാൻ പറയില്ലേ. ആ ഒരു അക്കൗണ്ടിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണം, ഇത്രയും ലോസ് വരാൻ പാടില്ല, അങ്ങനെയുള്ള റൂൾ ഒന്നും ഇല്ല. നിങ്ങൾ ലോസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിനെ അഫക്ട് ചെയ്യും, അത് നമ്മുടെ പ്രോസസ്സിനെ കുറച്ചുകൂടെ ഡിലേ ചെയ്യും. നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരും. യൂറോ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? URO വെച്ചുകൊണ്ടാണോ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമ്മൾ എങ്ങനെയാണോ നോർമലി ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, അതിനകത്ത് ലോട്ട് സൈസിനകത്ത് അവർ ലിമിറ്റേഷൻ ഒന്നും പറയുന്നില്ല. അതായത് നിങ്ങൾ ഒരു ലോട്ട് സൈസ് എടുക്കണം, അല്ലെ 0.01 ലോട്ട് സൈസ് എടുക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 1% റിസ്ക് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് തന്നെ ലോട്ട് സൈസ് സെലക്ട് ചെയ്യാം. ഇനി അല്ല ഒരേ ലോട്ട് സൈസ് തന്നെയാണ്, ഇപ്പൊ ഒരു ലോട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് വെച്ച് തന്നെ ചെയ്യാം. മനസ്സിലായോ? അതിന്റെ സ്പ്രെഡും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അസെറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ കറൻസിയിലും ഉള്ള സ്പ്രെഡ്, കറന്റ് ലൈവ് ആയിട്ടുള്ള സ്പ്രെഡും അതിന്റെ കമ്മീഷൻസും അതിന്റെ സ്വാപ്പ് ലോങ് റേറ്റും സ്വാപ്പ് ഷോർട്ട് റേറ്റും മിനിമം കോൺട്രാക്ട് സൈസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതാണ് കറന്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇനിഷ്യലി ഇത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഞാൻ കുറെ നോക്കിയിട്ടാണ് ആക്ച്വലി എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ആക്ച്വലി ഒരുപാട് പേർക്കും ഇത് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് നമ്മളെല്ലാവരും ഒരു ലോങ് ടേം ജേർണി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ലോങ് ടേം ജേർണിയിൽ നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ട്രാക്ക് റെക്കോർഡ്, ഇപ്പം ഓൾറെഡി നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പം നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഞാൻ നോക്കി, ബാക്കിയുള്ള ട്രേഡേഴ്സോ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സോ ഒന്നും കറന്റ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് പേഴ്സണലി ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു പ്രോഫോമിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും പ്രോഫോമില് ഒരുപാട് ഷെയ്ഡി ആയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പ്രോഫോം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ അല്ല. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഒന്നാമത്തെ കാര്യം നമുക്ക് ലീഗൽ ലിമിറ്റേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരു ലോങ് ടേം ആയിട്ടൊരു മാനിപ്പുലേഷൻ ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം. ഇപ്പം
നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്ന ട്രേഡ് ഡാർവിനെക്സിലാണ്. ആക്ച്വലി ഡാർവിനെക്സ് എന്ന് പറയുന്ന നോർമൽ ബ്രോക്കറിലാണ് ഓർഡേഴ്സ് പ്ലേസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാപിറ്റൽ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പല കൺട്രീസിലുള്ള ഈ ലീഗലി ഉള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഫെയിൽ ആവും. അങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡാർവിനെക്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ എ ബുക്ക് ബ്രോക്കർ ആണ് കറന്റ്. അതുകൊണ്ട് അതിൽ ഒരു രീതിയിലുള്ള മാനിപ്പുലേഷനും നമുക്ക് വരത്തില്ല. അതുകൊണ്ട് ഒരു ലോങ് ടേം ഗെയിം ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്ത് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന ഇൻവെസ്റ്റേഴ്സ്, അതിന്റെ റിസ്ക്, നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന്റെ റിസ്ക് അറിയാം, അത് അറിഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് കിട്ടും. അതും ഈ പറയുന്ന പോലെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രോ ഡൗൺ വരുമ്പോഴും അതിലൊരു പ്രോഫിറ്റ് വരുമ്പോഴും ഒക്കെ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് കണക്ട് ചെയ്യും, അതിന്റെ റീസൺസ് ചോദിക്കും. അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റും ഇമോഷനും ഒക്കെ അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു റിസ്ക് ഫ്രീ ആയിട്ട്, ഇമോഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന്റെ സ്റ്റാറ്റ് ബിൽഡ് ചെയ്ത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു 15% നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പ്രോപ്പർ ഹെഡ്ജ് ഫണ്ട് മാനേജർ ആവാനായിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്രോഫോം ലീഗൽ ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല, പ്രോഫോമിന് ലീഗൽ ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷെ നമുക്ക് പ്രോഫോമിന്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ജെനുവിൻ ബിസിനസ് മോഡൽ അല്ല. സാർ അപ്പോ നമുക്ക് അവർ തരുന്ന 1 ലാഖിന്റെ നമുക്ക് ഇതില്ല. അത് കൂടാതെ ഇവര് ഡെപ്പോസിറ്റ് നമുക്ക് 1 ലാഖ് എന്ന് പറയുന്നത് ഇനിഷ്യലി നമ്മുടെ സ്റ്റാറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ തരുന്ന വേണ്ടിയിട്ട് അക്കൗണ്ട് ആണ്. ആ അക്കൗണ്ടിൽ നമ്മൾ അത് ട്രേഡ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ സ്റ്റാറ്റ് ബിൽഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു 100K നമ്മുടെ അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കും. അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ഓൺ ചെയ്യുന്നതിന്റെ അതിൽ നിന്നുണ്ടാക്കുന്നതിന്റെ 50% ആണ് നമുക്ക് പ്രോഫിറ്റ്. 15%. അതായത് നമുക്ക് എത്രയാണോ അലോക്കേഷൻ കിട്ടുന്നത് ആ ഒരു അലോക്കേഷന്റെ ആണ് നമുക്ക് വരുന്നത്. ഇപ്പൊ 100K എന്ന് പറയുന്നത് നമുക്ക് ഡാർവിനെക്സിൽ ഒരു $1000 ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്കൊരു 100K റിയൽ അക്കൗണ്ട് തരുന്നത്. ഇതില് യൂറോ വെച്ചാണ് ചെയ്യുന്നത്, USD വെച്ചിട്ടല്ലല്ലോ ട്രേഡ് ചെയ്യുന്നത്. USD തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിരിക്കുന്ന സ്ഥലം കൊണ്ടാണ് എല്ലാം യൂറോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് സ്പെയിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, അതുകൊണ്ടാണ് എല്ലാം യൂറോ കാണിച്ചിട്ടുള്ളത്. ലോഡ് സൈസ് ആൾക്കാർ കറൻസി മാറ്റുന്നുണ്ടല്ലേ? വേണ്ട, $US തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഞാനും ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് നാളായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക്കലി എനിക്കിത് പേഴ്സണലി ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഇവിടെ സ്റ്റാറ്റ് നോക്കുമ്പോഴും എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാറ്റ് ആണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാനും ഇപ്പം കാലിബ്രേഷൻ ഫേസിലാണ്. അപ്പം എനിക്കിത് നിങ്ങളിലേക്ക് എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത് ചെയ്യാമെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം പ്രോഫോമിന്റെ കൂടെ അല്ലെങ്കിൽ പ്രോഫോമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഡ്രോ ഡൗൺ ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പൊ പേഴ്സണലി നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? ലൈക്ക് ഇത്രയും നേരം കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ പ്ലാറ്റ്ഫോം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് പേ ആവുകയാണ് ചെയ്യുക മന്ത്ലി. അത് നമുക്ക് എപ്പോഴും ക്യാൻസൽ ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമുക്ക് 2-3 അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരുമിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നെങ്കിലും കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെ, നമ്മൾ കൊണ്ടട അക്കൗണ്ട് അക്കൗണ്ടിൽ ഒരുമിച്ച് ചെയ്യാനായിട്ട് അത് ചെയ്യാൻ പറ്റും. അതിന്റെ വീഡിയോ ഷെയർ ചെയ്ത് തരാം. പേഴ്സണലി കോണ്ടാക്ട് ചെയ്യണം. ഡിസ്കോഡിൽ ഷെയർ ചെയ്ത് തരാം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഡാർവീനിയ സിൽവർ, ഡാർവീനിയ ഗോൾഡ്, പെർമനന്റ് അലോക്കേഷൻ, ഇതൊക്കെ കൺഫ്യൂസിംഗ് ആണ് എനിക്കറിയാം. ഞാൻ കേട്ടപ്പോ എന്റെ കിളി ആദ്യം പോയതാ. പിന്നെ ഞാൻ കുറെ നേരം ഇരുന്ന് നോക്കി ഒക്കെ ആക്ച്വലി എനിക്കൊരു ഐഡിയ കിട്ടിയതാണ്. അപ്പം ഇപ്പൊ നോർമലി ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോർ ഹൗ ലോങ് ഈസ് ദ കൂപ്പൺ വാലിഡ്? കൂപ്പൺ അങ്ങനെ വാലിഡിറ്റി ഒന്നും ഇല്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓൾറെഡി ലിങ്കും കൂപ്പണും ഡിസ്കോഡിൽ ജനറൽ ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ.
അപ്പം ഇനിഷ്യലി ഇപ്പൊ $43 ആണ് പെർ മന്ത് വരുന്നതെന്നുണ്ടെങ്കിൽ $32 ആവും. ഓക്കെ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി, ഫോൺ ഇമെയിൽ ഐ ഡി, പിന്നെ ഒരു യൂസർ നെയിം കൊടുക്കുക, നമ്മുടെ കൂപ്പൺ അപ്ലൈ ചെയ്യുക, അതിനുശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക, കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 100K ക്രെഡൻഷ്യൽ വരും. ആ ഒരു 100K ക്രെഡൻഷ്യൽ നമുക്ക് മറ്റേ ട്രേഡറിൽ ലോഗിൻ ചെയ്തിട്ട് ട്രേഡ്സ് പ്ലേസ് ചെയ്യാം. ഇനിഷ്യൽ 15 ഡേയ്സിൽ നമ്മുടെ കാലിബ്രേഷൻ ഫേസിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രേഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിബ്രേഷൻ ഫേസ് 15 ഡേയ്സിൽ കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ്സ് 100% ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. വൺസ് 100% റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ നമ്മൾ ഡാർവിനിയ സിൽവർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെ നമുക്ക് ക്യാപിറ്റൽ അലൊക്കേഷൻ കിട്ടും. നമ്മുടെ സ്റ്റാറ്റ് നല്ലതല്ലെങ്കിൽ നമ്മൾ സ്റ്റിൽ സ്റ്റാറ്റ് നല്ലതാവുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വൺസ് ഒരു അലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് 3 months വരെ ആ ഒരു അലൊക്കേഷൻ നമ്മുടെ തന്നെയാണ്. 3 months കഴിഞ്ഞാലേ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരത്തുള്ളൂ. ആ ഒരു 3 months ആ ഒരു അലൊക്കേഷനിൽ നമ്മൾ എത്ര ജനറേറ്റ് ചെയ്താലും അതിന്റെ 15% ആ 3 months കഴിയുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇത് ക്ലിയർ അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ക്ലിയർ ആണെന്ന്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി, അത് നമുക്ക് സോർട്ട് ചെയ്യാം. ഇതാണ് ബേസിക്കലി പറയുന്നത്. ഉണ്ണി സാർ ലാസ്റ്റ് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ 3 monthsന്റെ കാര്യം എന്താ പറഞ്ഞ? 3 monthsന് ശേഷം നമുക്ക് അത് റിഡീം ചെയ്യാം. ക്വാർട്ടർലി നമുക്ക് അലൊക്കേഷൻ കിട്ടുന്നത് 3 മാസത്തേക്കാണ്. അപ്പൊ ആ ഒരു 3 മാസത്തെ അലൊക്കേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റും വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അലൊക്കേഷൻ നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അലൊക്കേഷൻ അങ്ങനെ തന്നെ കാണും. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള അലൊക്കേഷന്റെ കൂടെ വേറെ എമൗണ്ട് അടുത്ത 3 monthsലേക്ക് ആഡ് ആവും. അത് നമുക്ക് ഇപ്പൊ ഡാർവിനിയ സിൽവറിലാണെങ്കിൽ നമുക്ക് 3 മാസമാണ് അലൊക്കേഷൻ ഉള്ളത്. ഡാർവിനിയ ഗോൾഡ് ആണെങ്കിൽ നമുക്ക് 6 months ആണെന്ന് തോന്നുന്നു. അതെനിക്ക് കൺഫേം ചെയ്യണം. അറൗണ്ട് ഒരു 3 months അല്ല 6 months വരെ അലൊക്കേഷൻ കിട്ടും. അപ്പം നമുക്കൊരു അലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു അലൊക്കേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത് 6 months വരെ നമ്മുടെ അക്കൗണ്ടിൽ കാണും. അതിൽ നമുക്ക് അതായത് അപ്പൊ നമ്മുടെ പേ ഔട്ട്സ് നമുക്ക് 3 months ആയിട്ടാണ് നമുക്ക് വരും. 3 months കൂടുമ്പോൾ എടുക്കാം. ക്വാർട്ടർലി പേയ്മെന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് ടേമിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലോങ് ടേം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ ശരി, താങ്ക് യു. ഈ നമ്മൾക്കിപ്പോ ഡ്രോ ഡൗൺ കൂടി പോവാന്ന് വെക്കുക ഓട്ടോമാറ്റിക്, നമ്മൾ ഈ 3 months നമുക്ക് അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് ഡ്രോ ഡൗൺ ഭയങ്കരമായിട്ട് കൂടി പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കട്ടാവും. ഓട്ടോമാറ്റിക് കട്ടാവത്തില്ല. നമ്മൾ അതാണ് പറഞ്ഞത്. ഡ്രോ ഡൗൺ നമ്മൾ കൂട്ടുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ്. നമ്മുടെ ഡ്രോ ഡൗൺ കൂടുന്നുണ്ടെങ്കിൽ റിസ്ക് എഞ്ചിൻ ആണ് അവിടെ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്താലും 1.5 ലോട്ടിൽ ട്രേഡ് ചെയ്താലും നമ്മുടെ ഡ്രോ ഡൗൺ കൂടുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 0.01 ലോട്ടിലോ 0.02 ലോട്ടിലോ ആയിരിക്കും ട്രേഡ് പ്ലേസ് ആവുന്നത്. മനസ്സിലായി? അപ്പൊ ട്രേഡ് പ്ലേസ് ആവും, പക്ഷെ മിനിമം ലോട്ട് സൈസിലായിരിക്കും എൻ്റർ ആവുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ട്രേഡ് ഒരു സെർട്ടൺ റിസ്കിൽ എക്സിറ്റ് ആവും. അപ്പം നമ്മുടെ സിഗ്നൽ അക്കൗണ്ടിൽ നമ്മുടെ വരുന്ന സ്റ്റാറ്റും നമ്മുടെ ഇൻവെസ്റ്റർ അക്കൗണ്ടിൽ വരുന്ന സ്റ്റാറ്റും രണ്ടായിരിക്കും. കാരണം അതിന്റെ ഇടയ്ക്ക് റിസ്ക് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് അലോക്കേഷൻ പക്ഷെ നമുക്ക് 3 months ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹോൾഡ് ചെയ്യല്ല. വൺസ് ഒരു അലൊക്കേഷൻ കിട്ടിയാൽ 3 മാസത്തേക്ക് അത് വാലിഡ് ആണ്. നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്താലും 3 മാസത്തേക്ക് ആ ഒരു അലൊക്കേഷൻ നമുക്ക് തന്നെയാണ്. അപ്പൊ ഒരു മാസം നമ്മുടെ പെർഫോമൻസ് 4 ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലൊക്കേഷൻ പോത്തില്ല. 3 മാസത്തേക്കും നമ്മുടെ അലൊക്കേഷൻ നമുക്ക് തന്നെയാണ്. വൺസ് ഒരു അലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് 3 മാസം നമുക്ക് തന്നെയാണ് അതിന്റെ അലൊക്കേഷൻ. ഹലോ, അതിന് പേ ഔട്ട് അവര് തന്ന എമൗണ്ടിന്റെ പുറത്തേക്കുള്ള 15% കിട്ടുള്ളൂ. പെർഫോമൻസിന് എങ്ങനെയാ? ഒരു 100K നമുക്ക് പോലും തന്നു. അപ്പൊ അതില് നമ്മളിപ്പോ ഒരു ഡ്രോഡൗൺ ഒക്കെ കഴിഞ്ഞ് പ്രോഫിറ്റ് അതിന്റെ 50% അല്ലേ നമുക്ക്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100K അക്കൗണ്ട് തരുന്നത് നമുക്കൊരു സ്റ്റാറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് 100K തന്നു. കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ അലൊക്കേഷൻ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന് മാത്രമേ നമുക്ക് ഈ ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് കിട്ടുന്ന അലൊക്കേഷൻ ആണ് ആക്ച്വലി നമ്മുടെ ക്യാപിറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റാറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 100Kയിലല്ല നിങ്ങൾ ഇത് കൂട്ടേണ്ടത്. ഇപ്പൊ 30,000 $1000 ഉണ്ടാക്കിയാൽ അതിന്റെ 15% ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വലിയൊരു ഇൻകം ഫസ്റ്റിന് പ്രതീക്ഷിക്കാതെ ഒരു ലോങ് ടേമുക്ക് മറ്റേ അതിന്റെ കൂടെ അങ്ങനെ കൊണ്ടുപോകല്ലേ? കൂടെ അങ്ങനെ കൊണ്ടുപോകാം. അതെ, നമ്മുടെ സ്റ്റാറ്റ് നമ്മൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുവാണെങ്കിൽ
നമ്മൾ ആരെയും കൺവിൻസ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ സ്റ്റാറ്റിൽ ഡാർവിനെക്സ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരും. അതാണ് ബേസിക്കലി ഇതിന്റെ ബിസിനസ് മോഡൽ. അപ്പം നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നതാണ് ആക്ച്വലി ഡാർവിനെക്സിന് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മളൊരു ചീത്ത സ്റ്റാറ്റ് ബിൽഡ് ചെയ്താൽ ഇൻവെസ്റ്റേഴ്സ് വരത്തില്ല. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴും നോക്കുന്നത് എന്താ, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റാറ്റ് ഉള്ള ട്രേഡേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അല്ലാതെ നമ്മള് ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള റൂൾസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാപിറ്റൽ പോകുന്ന രീതിയിലല്ല. ആൻഡ് നമ്മൾ ഈ ഒരു ഇതിൽ സർവൈവ് ചെയ്യാതിരിക്കുന്നതല്ല ഈ പ്ലാറ്റ്ഫോമിന് ബെറ്റർ. ഈ ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ ലോങ് ടേമിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ബിസിനസ് മോഡൽ. മനസ്സിലായി? അപ്പൊ പ്രോപ്പറായിട്ട് ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജിങ്ങിൽ എങ്ങനെയാണോ അവർ റിവാർഡ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമും നമുക്ക് റിവാർഡ് തരുന്നത്. അപ്പൊ നമ്മൾ ഡാർവിനെക്സ് ഗോൾഡിൽ, അതായത് റിയൽ ക്യാപിറ്റലിലേക്ക് നമുക്ക് ഇപ്പൊ വരുമ്പോ തന്നെ നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് പോകാൻ പറ്റത്തില്ല. ഡാർവിനെക്സ് ഗോൾഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു 8 months സ്റ്റാറ്റെങ്കിലും ബിൽഡ് ചെയ്യണം. അതുവരെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഡാർവിനിയ സിൽവറിൽ ഈ ഒരു അലൊക്കേഷൻ ഡാർവിനെക്സ് തരുന്നത്. അപ്പം നമുക്ക് കളക്ട് ചെയ്യുന്ന 20% ഫീയില് ഉള്ള ഒരു സർട്ടൺ എമൗണ്ട് എന്തിനാണ് ഡാർവിനെക്സ് കളക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡാർവിനെക്സ് സിൽവറിലുള്ള ആൾക്കാർക്ക് അലോക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 5% എന്നുള്ള ഒരു ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽറ്റിയോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണക്ട് ചെയ്താൽ മതി. മേ ബി കാണും, കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും മേ ബി ക്ലിയർ ആയി കാണത്തില്ല. കാരണം ഒരുപാട് ടേംസ് ഉണ്ട്. ഡാർവിനെക്സ്, ഡാർവിനിയ സിൽവർ, ഡാർവിനിയ ഗോൾഡ്, പെൻജിൻ. എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറെ നോക്കിയിട്ടാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം പറഞ്ഞതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നമുക്ക് ആക്ച്വലി സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.